അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നോക്ക്. കൺജക്ടർ എ ഫോർമുല ഫോർ ദ സം 1 + 2 + 2 സ്ക്വയർ + 2³ + etc. + 2 raised to n where n is a non-negative integer. Use mathematical induction to establish the conjecture. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ആദ്യം കൺജക്റ്റ് ചെയ്യണം. അതായത് കൺജക്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിയറം, കൊറോളറി, ലെമ്മ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ കൺജക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, അത്രേ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫോർമുല, ഇതിനൊരു ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഫോർമുല നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലേ, നമ്മളിതിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡാണ്, ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അല്ലേ. വണ്ണിനെ നമുക്ക് 1 = 1 1 തന്നെയാണ്. വണ്ണിനെ നമുക്ക് 2 - 1 എഴുതിക്കൂടെ, 2 - 1 എഴുതി അല്ലേ. അതുപോലെ നെക്സ്റ്റ് 1 + 2 ആണ് അല്ലേ. 1 + 2നെ നമുക്ക് 1 + 2 = എന്താണ്, 3 ആണ്. 3നെ നമുക്ക് എങ്ങനെ എഴുതാം, 2² - 1 അല്ലേ. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 1 എഴുതാം. അതുപോലെ ആദ്യത്തെ ഈ 3 നമ്പേഴ്സ് അല്ലേ, അതെന്താ വരിക, 1 + 2 + 2² ഇത് എത്ര വരിക, 4 + 6 + 1 എന്ന് പറഞ്ഞാൽ 7 വരും അല്ലേ. 7നെ നമുക്ക് എങ്ങനെ എഴുതാം, 8 - 1 അല്ലേ. 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2³ - 1. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് എന്താ വരിക, 1 + 2 + അല്ലേ, 1 + 2 + 2² + 2³ ഇത് എത്ര വരിക, ഇത് എത്രയായിരിക്കും, 15 അല്ലേ. 15നെ നമുക്ക് എങ്ങനെ എഴുതാം, 2⁴ - 1. 2⁴ 16 ആണ്. 16 - 1 എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, എക്സെട്ര. ഇനി അടുത്തത് എന്തായിരിക്കും വരിക, ഇവിടെ 2⁵ - 1 ആയിരിക്കും. പിന്നെ 2⁶ - 1 ആയിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം, 1 + 2 + 2² + 2³ etc. + 2⁻n നമുക്ക് എങ്ങനെ എഴുതാം, 3 ആയപ്പോൾ അതിനേക്കാളും 1 കൂടുതലാണ് വന്നത്. അപ്പോൾ ജനറലി ഇവിടെ n ആകുമ്പോൾ n-നേക്കാളും 1 കൂടുതലല്ലേ ഇവിടെ വരിക, 2⁻n + 1 - 1. മനസ്സിലായോ? ഇവിടെ 2³ ആയിരുന്നു, അപ്പോൾ ഇവിടെ 2⁴ ആയിരുന്നു. ഇവിടെ 2² ആയിരുന്നു, അപ്പോൾ ഇവിടെ ക്യൂബ് ആയിരുന്നു അല്ലേ. 1 അതിനേക്കാളും കൂടുതലാണ്. ഇവിടെ 1 + 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണ് അല്ലേ. 2⁻1 ആണ് ശരിക്കും വരുന്നത്. 2⁻1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2². അപ്പോൾ 1 എല്ലാത്തിനേക്കാളും കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2⁻n കഴിഞ്ഞാൽ പിന്നെ എന്താ, 2⁻n + 1 - 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം. അതായത് LHSഉം RHSഉം ഈക്വൽ ആണെന്നുള്ള കേസ് അല്ലേ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലേ, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 1 + 2 + 2² + 2³ etc. + 2⁻n = 2⁻n + 1 - 1. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പാണ്. ബേസിക് സ്റ്റെപ്പിൽ നമ്മൾ n0 എന്നുള്ളൊരു വാല്യൂ ഫിക്സ് ചെയ്യും അല്ലേ. ഇവിടെ n0ന് ഫസ്റ്റ് 0 കൊടുക്കാം. n0ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ RHS എന്താ വരിക, RHS = അല്ലേ 2⁻n-ന് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. n0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ n അല്ലേ, n തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ വരിക, 0 + 1 - 1 വരും അല്ലേ. 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. 2 - 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റും 1 അല്ലേ. അപ്പോൾ LHSഉം RH ഇതെന്താന്ന് പറയാം, നമുക്ക് = LHS ആണ്. അപ്പോൾ LHSഉം RHSഉം ഈക്വൽ ആണ്. ദാറ്റ് ഈസ് P of 0 is true അല്ലേ. P of 1 തന്നെ എടുക്കണമെന്നില്ല, നമ്മൾ നമ്മുടെ ഫോർമുലയ്ക്ക് അനുസരിച്ചാണ് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ P of 0 is true എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ബേസിക് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് ഇൻഡക്ഷൻ സ്റ്റെപ്പ് അല്ലേ. ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n = k. ദാറ്റ് ഈസ് 1 + 2 + 2² + etc. + 2⁻k = നമുക്ക് എങ്ങനെ എഴുതാം, 2⁻k + 1 - 1. ഓക്കെ, ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, 1 + 2 + 2² + etc. + 2⁻k + 1 കിട്ടണം അല്ലേ, ട്രൂ ആണെന്ന് കിട്ടണം. 2⁻k + 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം, 2⁻k + 1 ഇവിടെ ഒരു +1 അല്ലേ, അതായത് 2⁻k + 2 - 1 നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം, നൗ വി ഹാവ് ടു ഷോ ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ അല്ലേ. നൗ വി ഹാവ് ടു show that the result is true for n = k + 1. That is നമുക്ക് എങ്ങനെ എഴുതാം, 1 + 2 + 2² + etc.
2k ഉണ്ടായിരിക്കും അതിൻ്റെ തൊട്ട് മുന്നേ അല്ലേ, എന്നിട്ടല്ലേ 2k+1 വരെ. 2k+1 ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത്രയും ടേമിനെ നമുക്ക്, ഇത്രയും ടേം ഞാൻ ഈ 2k+1 വരെ എഴുതുന്നത്, അപ്പം തൊട്ട് മുന്നേ 2k ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ടേമിനെ നമുക്ക് എന്തെഴുതാം, ഇത് എന്തിനോട് ഈക്വലാണ്, 2k+1 -1 അല്ലേ, പ്ലസ് ഇവിടെ എന്തും കൂടെ ഉണ്ട് 2k+1. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ. 2 ടൈംസ് അല്ലേ, 2 ടൈംസ് ഇവിടെ 2k+1 പ്ലസ് 2k+1, അതായത് 2 ടൈംസ് 2k+1 -1 വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു 2 ടൈംസ് 2k+1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ശരിക്കും 2^1 അല്ലേ. 2^1 ഇൻറ്റു 2a m ഇൻറ്റു a⁴n എന്ന് പറഞ്ഞാൽ എന്താണ് a⁴m+n ആണ്. അതുപോലെ 2^1 ഇൻറ്റു 2k+1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ടാവും, k+1, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 2k+2 -1 വരും. ഓക്കെ, അപ്പോൾ ഇതന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, k+1 ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ k+1 വരുമ്പോൾ ഇവിടെ അതിനേക്കാൾ ഒന്ന് കൂടുതലുള്ളതാണ് വരുന്നത് അല്ലേ, 2k+2 -1. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to k+1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം, ദിസ് P of n is true for all n greater than or equal to 0. ഫോർ greater than or equal to n0 എന്നാണ്, n0 ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു ഫോർമുല നമുക്ക് ഉണ്ടായിരുന്നില്ല, ആദ്യം ആ ഫോർമുല ക്രിയേറ്റ് ചെയ്തു, അതിന് ശേഷമാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെക്ക് ചെയ്തത്. സ്ട്രോങ് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രോങ് വേർഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വീക്ക് വേർഷൻ ആയിരുന്നു. പിന്നെ ഈ സ്ട്രോങ് വേർഷൻ്റെ എന്താണ് ആവശ്യകത, നമുക്ക് അറിയാം. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചെയ്തു പോരുമ്പോൾ ഇൻഡക്ഷൻ സ്റ്റെപ്പും ഉണ്ട്, ബേസിക് സ്റ്റെപ്പും ഉണ്ട് അല്ലേ. അതെന്താണ് ഈ ഒരു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതായത് 1 + 3 + 5 + etc. + 2n - 1 is equal to n - 2 whole square. ഞാനിവിടെ ആദ്യം n-ന് 1 കൊടുക്കുകയാണ്. n-ന് 1 കൊടുക്കുമ്പോൾ LHS എന്താണ് 1 ആണ്. RHS എന്താ വരിക, RHS is equal to 1 - 2 എന്ന് പറയും അല്ലേ. 1 - 2 എന്ന് പറഞ്ഞാൽ -1 whole square is equal to 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു LHS ആണ്. അപ്പോൾ LHSും RHSും ഈക്വൽ ആണ്. ഇനി ഞാൻ n-ന് 2 കൊടുക്കുകയാണ്. n-ന് 2 കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ n = 1 ഇത് ട്രൂ ആണ്, അതുകൊണ്ട് നമ്മൾ ഇനി അസ്യൂം ചെയ്യുകയാണ്, അങ്ങനെയല്ലേ നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഞാൻ ജസ്റ്റ് n = 2നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താ വരുന്നത്, n = 2 കൊടുക്കുമ്പോൾ ഇവിടെ RHS എന്താ വരുന്നത്, RHS is equal to 2 - 2 അല്ലേ. 2 - 2 whole square എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0 ആണ്. ഇത് LHSനോട് ഈക്വൽ ആണോ, LHS എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് 2 എലമെൻറ്റും കൂടെ ആഡ് ചെയ്തതാണ് വരിക. ഫസ്റ്റ് 2 എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 4 ആണ് വരിക. അപ്പോൾ നോട്ട് ഈക്വൽ ടു 4 അല്ലേ, 0 നോട്ട് ഈക്വൽ ടു 4. അപ്പോൾ ഇത് ശരിയാണോ, അപ്പം നമ്മൾ ഇങ്ങനെ കൺഫേം ചെയ്യരുത് ഒരിക്കലും. അതായത് n = 1ന് ഇത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ നേരിട്ടിട്ട് ഇത് ട്രൂ ആണ്, ഇനി n = 1ന് ട്രൂ ആയതുകൊണ്ട് നമ്മൾ ബേസിക് സ്റ്റെപ്പ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇൻഡക്ഷൻ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അല്ലേ. അതാണ് വീക്ക് വേർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്ട്രോങ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ വെച്ച് നമ്മൾ കൺഫേം ചെയ്ത് ആ ഒരു ഉറപ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ബേസിക് ഇൻഡക്ഷൻ സ്റ്റെപ്പിലേക്ക് ചാടരുത് നേരിട്ടിട്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾക്ക് ഇവിടെ ട്രൂ ആണെന്ന് കിട്ടി, പക്ഷേ രണ്ടാമത്തെ ചെക്ക് ചെയ്തപ്പോൾ ട്രൂ ആണോ, അപ്പോൾ ഇത് ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഇനി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ഇതൊരിക്കലും ട്രൂ ആയതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഇൻഡക്ഷൻ സ്റ്റെപ്പിലേക്ക് പോവരുത്. നമ്മൾ n = 1 ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ n = 2, n = 3, ഒരു 2-3 വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ട്രൂ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എന്തിലേക്ക് പോകാൻ പറ്റുക, n = k അസംഷനിലേക്ക് പോകാൻ പറ്റും. അതാണ് സ്ട്രോങ് വേർഷൻ എന്ന് പറയുന്നത്. സ്ട്രോങ് വേർഷനിൽ ബേസിക് പാർട്ടും അതുപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. ഇതിപ്പോൾ ബേസിക് സ്റ്റെപ്പിൻ്റെ കാര്യമാണ്. ഇനി ഇൻഡക്ഷൻ സ്റ്റെപ്പ് അങ്ങനെ ആവുന്നൊരു കേസ് നമുക്ക് നോക്കാം. അതായത് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1 + 3 + 5 + etc. + 2n - 1 is equal to n² + 3. അപ്പോൾ ഞാനിവിടെ ബേസിക് സ്റ്റെപ്പ് നോക്കണില്ല, ഇൻഡക്ഷൻ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അതായത് 1 + 3 + 5 + etc. + 2k - 1 is equal to എന്താ വരിക, k² + 3 അല്ലേ. ഇത് ട്രൂ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് വി വാണ്ട് ടു ഷോ ദാറ്റ് P of k + 1 is true അല്ലേ. അതായത് 1 + 3 + 5 + etc. + 2k - 1, ഇത് 2k - 1 ആണ്. അപ്പോൾ അടുത്ത എലമെൻറ്റ് എന്തായിരിക്കും വരുന്നത്,
ഇവിടെ കെ ആയപ്പോൾ ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ കെ പ്ലസ് 1 ആണ് നമുക്ക് വേണ്ടത്. അതായത് 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 ഇങ്ങനെയല്ലേ വരിക. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഇനി കിട്ടേണ്ടത്, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്നാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതുവരെ ഉള്ളത് നമുക്കറിയാം എന്താണ്, കെ സ്ക്വയർ പ്ലസ് 3 ആണ്. പ്ലസ് അടുത്ത എലമെൻറ്റ് എന്താണ്, 2k പ്ലസ് അല്ലേ, 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 വരും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, കെ സ്ക്വയർ പ്ലസ് 3 പ്ലസ് ഇതെന്താ വരിക, 2k പ്ലസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2k പ്ലസ് 1 വരും അല്ലേ. 2k പ്ലസ് 2 ഉണ്ടായിരുന്നു, ഒരു മൈനസ് 1 കഴിയുമ്പോൾ 2k പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, സി ഈക്വൽ ടു സ്ക്വയർ പ്ലസ് 3 പ്ലസ് അല്ലേ 2k പ്ലസ് 1. ഇതിനെ ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കി എഴുതിയതാണ്. അപ്പോൾ ഇതെന്താണ്, കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ വരുന്നത്. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. അപ്പോൾ ഇത്രയും നമ്പറിന് അങ്ങനെ എഴുതാം നമുക്ക്. പ്ലസ് ഇവിടെ എന്തും കൂടെ ഉണ്ട്, ഒരു 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ആയില്ലേ. നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു, ഇവിടെ കെ ആണെന്നുണ്ടെങ്കിൽ കെ സ്ക്വയർ പ്ലസ് 3, അപ്പോൾ കെ പ്ലസ് 1 ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 അല്ലേ, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1ഉം കെ ട്രൂ ആണെന്ന് എടുത്തപ്പോൾ കെ പ്ലസ് 1ഉം ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇൻഡക്ഷൻ പാർട്ട് എന്താണ്, ട്രൂ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇൻഡക്ഷൻ പാർട്ട് ട്രൂ ആയതുകൊണ്ട് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. കാരണം നമ്മളിതിൻ്റെ ബേസിക് പാർട്ട് നോക്കിയിട്ടില്ല അല്ലേ. ബേസിക് പാർട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബേസിക് പാർട്ടിൽ 1 ഫസ്റ്റ് എലമെൻറ്റ് എന്താ വരിക, 1 ആണ് അല്ലേ. എൽ എച്ച് എസ് n is equal to 1 ചെക്ക് ചെയ്യുമ്പോൾ എൽ എച്ച് എസ് എന്താണ്, is equal to 1 ആണ്. അപ്പോൾ ആർ എച്ച് എസ് എന്താ വരിക നോക്കാം. ആർ എച്ച് എസ് എന്താണ്, 1 സ്ക്വയർ പ്ലസ് 3 എന്നാണ് വരിക അല്ലേ. 1 സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. 4 നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ ബേസിക് പാർട്ട് എന്തായിപ്പോയി, തെറ്റിപ്പോയി. പക്ഷേ ഇതിൻ്റെ ഇൻഡക്ഷൻ പാർട്ട് എന്താണ്, ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ പാർട്ട് ട്രൂ ആയതുകൊണ്ട് ബേസിക് പാർട്ട് ട്രൂ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ബേസിക് ട്രൂ ആയതുകൊണ്ട്, ഇപ്പോൾ നേരത്തെ ഇവിടെ ബേസിക് ട്രൂ ആയിരുന്നു, പക്ഷേ ഇൻഡക്ഷൻ എന്തല്ല, ട്രൂ ആയില്ല. അപ്പോൾ ഈ ബേസിക് പാർട്ടും അതുപോലെ തന്നെ ഇൻഡക്ഷൻ പാർട്ടും എന്താണ്, നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഫോർ ദിസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ വീക്ക് വേർഷൻ അല്ല, സ്ട്രോങ് വേർഷൻ ഇനി യൂസ് ചെയ്യേണ്ടി വരും. ഇനി മുതൽ നമ്മൾ പ്രോബ്ലം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോങ് വേർഷൻ യൂസ് ചെയ്യാം. അതായത് നെക്സ്റ്റ് വരുന്ന തിയറാണ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വീക്ക് വേർഷൻ യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ഇനി സെക്കൻഡ് പ്രിൻസിപ്പിളാണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ലെറ്റ് പി ഓഫ് എൻ ബി എ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് കണ്ടീഷൻ. പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ ഫോർ സം ഇൻറ്റിജർ എൻ നോട്ട്. അതാദ്യം അതുപോലെ തന്നെ അല്ലേ, പി ഓഫ് എൻ നോട്ട് എന്നുള്ളത് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. നമ്മൾ എൻ നോട്ട് എന്നുള്ള ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1ഓ 0ഓ 2 ഏതായിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫസ്റ്റ് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇഫ് കെ ഈസ് ആൻ ആർബിട്രറി ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്, എൻ നോട്ടിൻ്റെ മുകളിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും കെ അല്ലേ. സച്ച് ദാറ്റ് പി ഓഫ് എൻ നോട്ട് പ്ലസ് 1 എക്സെട്ര പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് പി ഓഫ് എൻ നോട്ട് ഓൾറെഡി നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. എൻ നോട്ട് പ്ലസ് 1 അതിനേക്കാൾ ഒന്ന് ആഡ് ചെയ്തത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സെട്ര ഒരു പി ഓഫ് കെ വരെ ഒരു 2-3 എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്തതിനു ശേഷം പി ഓഫ് കെയും ട്രൂ ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം, പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എ വെരി ഇൻറ്റിജർ ഗ്രേറ്റ് ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. എൻ നോട്ടിൻ്റെ മുകളിൽ വരുന്ന എല്ലാ വാല്യൂസിനും പി ഓഫ് എൻ എന്താണെന്ന് പറയാം, ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് എങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ചെയ്തപ്പോൾ എന്തായിരുന്നു, ഒരു സെറ്റ് എടുത്തിരുന്നു അല്ലേ. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു n belongs to z such that p of n is true. p of n ട്രൂ ആകുന്ന എല്ലാ എന്നിൻ്റെയും കളക്ഷൻസ് ആണ് എസ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ അല്ലേ. സിൻസ് നമുക്കറിയാവുന്ന കാര്യമാണ് പി ഓഫ് എൻ നോട്ട് ഈസ് ട്രൂ. പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ എൻ നോട്ട് എന്തിലുള്ള എലമെൻ്റ് ആയിരിക്കും, എസ്സിലുള്ള എലമെൻ്റ് ആയിരിക്കും അല്ലേ. പി ഓഫ് എൻ ട്രൂ ആവുന്ന എല്ലാ എലമെൻസിൻ്റെയും കളക്ഷനാണ് എസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പി ഓഫ് എൻ നോട്ട് ട്രൂ ആണെങ്കിൽ എൻ നോട്ട് എന്തായിരിക്കും, എസ്സിലുള്ള എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ അസ്യൂം ദാറ്റ്, ഇനി നമുക്ക് എന്തെടുക്കാം, നൗ അസ്യൂം ദാറ്റ് പി ഓഫ് എൻ നോട്ട് പ്ലസ് 1 എക്സെട്ര പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ k greater than or equal to n naught. then ഈ സെക്കൻഡ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, പി ഓഫ് കെ പ്ലസ് 1 എന്താണെന്ന് പറയാം, ട്രൂ ആണെന്ന് പറയാം അല്ലേ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എൻ നോട്ട് എസ്സിലുള്ള എലമെൻ്റ് ആണെന്ന് കിട്ടി, എൻ നോട്ട് പ്ലസ് 1 എസ്സിലുള്ളതായിരിക്കും. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കെയും എസ്സിലുള്ള എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, കെ പ്ലസ് 1 എസ്സിലുള്ള എലമെൻ്റ് ആണെന്ന് പറയാം അല്ലേ. കാരണം എന്താണ്, ഇതിലുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്, ഇത് ട്രൂ ആവുന്ന എന്നുകളുടെ കളക്ഷനാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 എവിടെ ഉണ്ടായിരിക്കും, എസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, കെ പ്ലസ് 1 ബിലോങ്സ് ടു എസ് എന്ന് പറയും.
അപ്പോൾ ഇന്നലെ നമ്മളൊരു തിയറം പറഞ്ഞതായിരുന്നു എൻ നോട്ട് എസ്സിൽ ഉണ്ടാവുകയും കെ പ്ലസ് വൺ ബിലോങ്സ് ടു എസ്സിലെ എൻ നോട്ടിൻ്റെ മുകളിൽ വരുന്ന വാല്യൂസാണ് കെ എന്ന് പറയുന്നത്. കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് ആണ്. എൻ നോട്ട് ബിലോങ്സ് ടു എസ് ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. കെ പ്ലസ് വൺ ബിലോങ്സ് ടു എസ് ആണെന്നുണ്ടെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറയുന്നത് സെഡ് ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. എസ് എന്തായിരിക്കും സെഡ് ആയിരിക്കും പറയുന്നത്. അതായത് എസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, then P of n is true for all integer അല്ലെ, for every integer greater than or equal to n naught. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, എസിൻ്റെ കളക്ഷൻ എസ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ എസ്സിൽ നമ്മൾ എന്ത് എലമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, പി ഓഫ് എൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൂവ് ദാറ്റ് എനി പോസ്റ്റേജ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 rupees can be made with 2 and 3 rupees stamp. അപ്പോൾ എന്താ പറയുന്നത്, ഒരു പോസ്റ്റേജ് അല്ലേ, എന്നെ എവിടെ നിന്ന് എങ്ങോട്ടാണ്, 2 അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ അങ്ങനെയാണ്. അപ്പോൾ ഒരു 2 രൂപയുടെ പോസ്റ്റേജ് അല്ലേ നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് പറയുന്നത്. ക്യാൻ ബി മെയ്ഡ് വിത്തിൻ 2 or 3 rupees സ്റ്റാമ്പ്. 2 or 3 രൂപയുടെ സ്റ്റാമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പി ഓഫ് എൻ എങ്ങനെ എടുക്കാം, പി ഓഫ് എൻ സച്ച് ദാറ്റ് പോസ്റ്റേജ് ഓഫ് അല്ലേ, നമുക്ക് എങ്ങനെ എടുക്കാം, എ പോസ്റ്റേജ് ഓഫ് n rupees can be made with 2 and 3 rupee stamps. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബേസിക് സ്റ്റെപ്പിൽ ഇതിവിടെ നമ്മൾ സ്ട്രോങ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബേസിക് സ്റ്റെപ്പിൽ ആദ്യം പി ഓഫ് 1 കൊടുക്കാൻ പറ്റില്ല, കാരണം 2 എന്ന് പറഞ്ഞിട്ടുള്ളത് 2 അതിൻ്റെ മുകളിലേക്കാണ്. അതായത് പി ഓഫ് 2 ആദ്യം നോക്കാം. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ പോസ്റ്റേജ് ഓഫ് 2 rupees അല്ലേ, 2 rupees ക്യാൻ ബി മെയ്ഡ്, നമുക്ക് എങ്ങനെ എഴുതാം, വിത്ത് 2 rupee സ്റ്റാമ്പ് എഴുതാം അല്ലേ, 2 rupees സ്റ്റാമ്പ് എഴുതാം. 2 and 3 എന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 rupee ഒരു പോസ്റ്റേജിലെ 2 രൂപയുടെ പോസ്റ്റേജ് നമുക്ക് 2 രൂപയുടെ സ്റ്റാമ്പ് കൊണ്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ പി ഓഫ് 2 എന്താണ്, ട്രൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം, therefore പി ഓഫ് 2 ഈസ് ട്രൂ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ പി ഓഫ് 3 നോക്കാം. പി ഓഫ് 3 എന്തായിരിക്കും വരിക, എ പോസ്റ്റേജ് ഓഫ് 3 rupees അല്ലേ, 3 rupees ക്യാൻ ബി മെയ്ഡ് വിത്ത് എങ്ങനെ വരിക, 2 and 3 rupee സ്റ്റാമ്പ്സ് അല്ലേ, കാരണം നമുക്ക് അങ്ങനെയാണ് തന്നിട്ടുള്ളത് 2 and 3 എന്നാണ്. അപ്പോൾ 2 രൂപയുടെ പോസ്റ്റേജ് 2 or 3 സ്റ്റാമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ 3 രൂപയുടേത് നമുക്ക് എന്ത് പറയാം, 2 or 3 രൂപയുടെ സ്റ്റാമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ പി ഓഫ് 2ഉം പി ഓഫ് 3ഉം എന്താണ്, ഈസ് ട്രൂ എന്ന് എഴുതാം അല്ലേ, ഈസ് ട്രൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം, ഇൻഡക്ഷൻ സ്റ്റെപ്പ് കൊടുക്കുക അല്ലേ. ഇൻഡക്ഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, ഇൻഡക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പി ഓഫ് 2 ട്രൂ ആണ്, പി ഓഫ് 3 ട്രൂ ആണ്, എക്സെട്ര പി ഓഫ് കെ വരെ ട്രൂ ആണെന്നാണ് നമ്മുടെ അസംഷൻ അല്ലേ. ആദ്യം നമ്മൾ പി ഓഫ് കെ മാത്രമാണ് എടുത്തിരുന്നത്, അങ്ങനെയല്ല, പി ഓഫ് 2 പി ഓഫ് 3 എക്സെട്ര പി ഓഫ് കെ വരെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് നമുക്ക് എങ്ങനെ എഴുതാം, എ പോസ്റ്റേജ് ഓഫ് അല്ലേ, എ പോസ്റ്റേജ് ഓഫ് കെ റുപ്പീസ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 2 and 3 സ്റ്റാമ്പ്സ്. ഇത് നമ്മൾ ട്രൂ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. 2 stamps 3 rupee സ്റ്റാമ്പ്സ് എന്നെടുത്തു അല്ലേ. അങ്ങനെയാണ് ഇത്രയും ട്രൂ ആണെന്ന് എടുത്താൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടണം അല്ലേ. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്, കൺസിഡർ ദ കെ പ്ലസ് 1 പോസ്റ്റേജ് ആണ് അല്ലേ, കെ പ്ലസ് 1 rupees ഓഫ് പോസ്റ്റേജ്. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1നെ എങ്ങനെ എഴുതാം, കെ പ്ലസ് 1നെ കെ മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതിക്കൂടെ. കെ മൈനസ് 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, കെ പ്ലസ് 1 ആണ്. അപ്പോൾ ഈ കെ മൈനസ് 1 വരെ നമുക്ക് ട്രൂ ആണെന്ന് അറിയില്ലേ, അറിയാവുന്ന കാര്യമാണ് അല്ലേ. പി ഓഫ് കെ മൈനസ് 1 എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. കാരണം കെ വരെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നുള്ളതും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ 2 നമ്മൾ ഓൾറെഡി പി ഓഫ് 2 എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളത്, ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് എന്തായാലും എന്തായിരിക്കും, കെ പ്ലസ് 1 എന്തായിരിക്കും, ട്രൂ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ എന്ന് എഴുതാം. കൺക്ലൂഡ് ചെയ്യാം. ഹെൻസ് ബൈ ദ സ്ട്രോങ് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for every n greater than or equal to 2. ഓക്കെ, അപ്പോൾ ആദ്യം n ഈക്വൽ ടു 2ന് എടുത്തു, 2ന് അത് ട്രൂ ആണെന്ന് കിട്ടി, 3ക്കും 2 ആണ് കിട്ടി. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക പി ഓഫ് 2 പി ഓഫ് 3 എക്സെട്ര പി
പി ഓഫ് കെ വരെ അത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെൻ്റെ തൊട്ട് മുന്നുള്ളതാണ് കെ മൈനസ് വൺ അല്ലേ. ഇനി നമുക്ക് കെ പ്ലസ് വണ്ണും കൂടെ ട്രൂ ആണെന്ന് കിട്ടണം. കെ പ്ലസ് വണ്ണിന് നമുക്ക് കെ മൈനസ് വൺ പ്ലസ് ടു എന്ന് എഴുതാം. അപ്പോൾ ഇതുവരെ നമ്മുടെ അസംഷൻ പ്രകാരം, ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് പ്രകാരം ഇതുവരെ എന്താണ്? ട്രൂ ആണ്. പി ഓഫ് ടു ഓൾറെഡി ട്രൂ ആണ്, നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും കെ പ്ലസ് വണ്ണും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ദെൻ ബൈ സ്ട്രോങ് വേർഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n greater than or equal to 2.